ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ കൺസർവേറ്റീവ് ഫീൽഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ലൈൻ ഇൻ്റഗ്രൽസിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യു ഡി വൈ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് അവിടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ആ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ചില ഇൻ്റഗ്രലുകളിൽ ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഇൻ്റഗ്രൽ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് സപ്പോസ് വി കൺസിഡർ എ റീജിയൻ ലൈക്ക് ദിസ് ആൻഡ് 2 points A and B in that region. Suppose there is more than one curve like this. Suppose this curve is C1 and this curve is C2 and this is C3. ഇങ്ങനെ ഒരു 3 കർവ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ റീജിയനിലെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ C1 ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആറും ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആറും ഇൻ്റഗ്രൽ ഓവർ C3 എഫ് ഡോട്ട് ഡി ആറും. ഇവിടെ 3 കർവുകളാണ്. ഒരു 2 നോൺ ലീനിയർ കർവുകളും ഒരു ലീനിയർ കർവും ഒരു സ്ട്രെയിറ്റ് ലൈനും ഞാൻ എടുത്തിട്ടുണ്ട്. ചില കേസിൽ ഈ 3 ഇൻ്റഗ്രൽസിൻ്റെയും വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. അത് അവിടെ നമ്മൾ ഏത് കർവ് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ആ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ ചില വെക്റ്റർ ഫീൽഡുകളിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണെങ്കിൽ നമുക്കറിയാം എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിനെ അനുസരിച്ച് കൊണ്ട് ഇവിടെ ഒരു കണക്റ്റഡ് റീജിയൻ ആണെങ്കിൽ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്ന്, കണക്റ്റഡ് റീജിയൻ ആവണം. അതോടൊപ്പം നമുക്ക് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡും ആണെങ്കിൽ ഇവിടെ ഏത് പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഈ റീജിയനിലെ ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്റഗ്രൽ ഈ റീജിയനിലെ ഏത് പെയർ ഓഫ് പോയിൻറ്റ്സ് എടുത്താലും അവയെ കണക്ട് ചെയ്യുന്ന കർവുകളിൽ ഡിഫറെൻറ്റ് കർവുകൾ ചൂസ് ചെയ്താലും അവിടെയെല്ലാം ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആയിരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഈ എഫ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആറും ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആറും ഇൻ്റഗ്രൽ ഓവർ C3 എഫ് ഡോട്ട് ഡി ആറും നമുക്ക് സെയിം ആയിരിക്കും എന്ന് കാണാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വെക്റ്റർ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ഇത്തരം ഇൻ്റഗ്രൽസിനെ ഏത് പാത്ത് ചൂസ് ചെയ്താലും സെയിം ഇൻ്റഗ്രൽ വാല്യൂ തരുന്ന ഇൻ്റഗ്രൽസിനെ പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റഗ്രൽസ് എന്നാണ് പറയുക. പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുക. പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റഗ്രൽസ്. That is, let F be a field defined on an open region R in space, and suppose that for any 2 points A and B in R, the value of the line integral from A to B is same for every path in R from A to B, then the integral F dot dr is path independent in R. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇഫ് എഫ് ഈസ് കൺസർവേറ്റീവ്, എഫ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? ഈ എഫിനെ നമുക്ക് ഡെൽ ഫൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഫോർ സം സ്കെലാർ ഫംഗ്ഷൻ ഫൈ വി ക്യാൻ റെപ്രസെൻറ്റ് എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഈ പാത്തുകൾ സി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണോ നോൺ ലീനിയർ കർവാണോ ഏത് തരം കർവാണ് എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അവിടെ ആ എൻഡ് പോയിൻ്റുകൾ, കർവിൻ്റെ എൻഡ് പോയിൻ്റുകൾ
എ ബി എന്ന n പോയിന്റുകൾ മാത്രമേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ആ എയും ഇയും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം ഈ ഫംഗ്ഷൻ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പവഴി തിയറംസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ഡെൽ ഫൈ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ആ എയും ബിയും മനസ്സിലായി കഴിഞ്ഞാൽ, അതുപോലെ ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആയിരിക്കും ഇവിടുത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇതൊരു തിയറമാണ് പറയുന്നത്. ഈ തിയറത്തിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് എന്നാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് ഇങ്ങനെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് suppose C is a path in an open region R of the xy plane and is defined by R of t equal to x of t I plus y of t j for a less than or equal to t less than or equal to b, and if f of xy equal to p of xy I plus q of xy j is conservative vector field in R and phi is a potential function of f, then integral over C f dot dr equal to phi of b minus phi of a. Here a equal to x of a y of a and b equal to x of b y of b. ഇത് ഫംഗ്ഷനുകളെ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കലാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്. ആണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നർത്ഥം. നമ്മൾ എക്സ് വൈ പ്ലെയിനിലെ ഫംഗ്ഷനുകളെ കുറിച്ചാണ്, ഒരു പ്ലെയിൻ റീജിയനിലെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് സ്പേസിലും 3 സ്പേസിലും അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ വെക്റ്റർ ഫീൽഡ് പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ എന്ന ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിലും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്ന് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നർത്ഥം. അതുകൊണ്ട് തിയറംസ് പറയുന്നത് ഇഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് then f is conservative. ഈ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണ് എന്ന് ഒരു തിയറം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഇൻ്റഗ്രലിൽ ഒരു വെക്റ്റർ ഫീൽഡ് ഉപയോഗിക്കുന്നത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് എഫ് ഈസ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് ഒരു തിയറം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഹിയർ ഇൻ ആൻ ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആർ if integral over c f dot dr is independent of the path c if and only if the vector field f is conservative in R. That is, if integral over c f dot dr is independent of path of c, then f is conservative in R. Similarly, conversely, if f is conservative in R, then the integral over c f dot dr is independent of path c. എന്ന് അതുപോലെ തന്നെ if the integral over c f dot dr is independent of path and c is a simple closed curve, then integral over c f dot dr equal to 0. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ആണ്. അവിടെ സി ഒരു ക്ലോസ്ഡ് പാത്താണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് ആയിരിക്കുമെന്നും നമുക്ക് പറയാം. അതാണ് ഇൻ്റഗ്രൽസ് അറൗണ്ട് ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്ന ഈ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ആൻ ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആർ if integral over c f dot dr is independent of path if and only if integral over c f dot dr equal to 0 for every closed path c in R എന്ന്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഷോ ദാറ്റ് ദ integral from 1 to 248 yz dx plus xz dy plus xy dz is path independent and then evaluate it. ഈ ഇൻ്റഗ്രലിൽ
ഇത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആദ്യം തിയറംസ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ വെക്റ്റർ ഫംഗ്ഷൻ എഫ് ഏതാണ് എന്ന് മനസ്സിലാക്കലാണ്. ആ എഫ് കിട്ടിക്കഴിഞ്ഞാൽ ആ എഫ് കൺസർവേറ്റീവ് ആണ് എന്ന് പറയുകയാണ് പിന്നീട് നമുക്ക് ചെയ്യേണ്ടത്. കൺസർവേറ്റീവ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നേരത്തെ നമ്മൾ തിയറത്തിൽ കണ്ടു. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൽ നിന്നും ആ വെക്റ്റർ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യു ഡി വൈ പ്ലസ് ആർ ഡി സെഡ് എന്ന ഫോമിലാണുള്ളത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പി ഈക്വൽ ടു വൈ സെഡ്, ക്യു ഈക്വൽ ടു എക്സ് സെഡ് ആൻഡ് ആർ ഈക്വൽ ടു എക്സ് വൈ എന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ദ വെക്റ്റർ ഫംഗ്ഷൻ ഹിയർ. The vector function f equal to pi plus qj plus rk എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് f equal to p equal to yz I plus q, that is xz j plus r, that is xy k എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെക്റ്റർ ഫീൽഡ് തന്നിരിക്കുന്ന വെക്റ്റർ ഫംഗ്ഷൻ ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഈ കാണുന്ന വെക്റ്റർ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ചെയ്യേണ്ടത് ദർ എക്സിസ്റ്റ് സം സ്കെലാർ ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് ഡെൽ ഫൈ ഈക്വൽ ടു എഫ് എന്നാണ് പറയേണ്ടത്. ഇത് നമ്മൾ ഇതേ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ ചെയ്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്ത എക്സാമ്പിൾ ഇതായിരുന്നു, ഈ വെക്റ്റർ ഫംഗ്ഷൻ ആയിരുന്നു. അവിടെ നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കിട്ടിയത് there exists a scalar function phi equal to, അവിടെ കിട്ടിയ സ്കെലാർ ഫംഗ്ഷൻ ഏതാണ് ഓർമ്മയുണ്ടോ? എക്സ് വൈ സെഡ് പ്ലസ് സി എന്ന സ്കെലാർ ഫംഗ്ഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ദാറ്റ് ഈസ് we can write f equal to del of x y z plus c എന്ന്, which implies f is conservative. f is conservative. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇന്നലെ ചെയ്തതാണ്. ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും ഫംഗ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷമേ മുന്നോട്ട് പോകാവൂ. ഇത് നേരത്തെ ചെയ്തത് കൊണ്ട് ആ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. That is f is conservative. So by theorem the given integral is path independent. The given integral is path independent. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്, ദാറ്റ് ഈസ് ഇഫ് എഫ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എഫ് ഈക്വൽ ടു ഡെൽ ഫൈ, ദെൻ the theorem says that integral a to b f dot dr equal to phi of b minus phi of a എന്നാണ്. ഇവിടെ നമുക്ക് എയും ബിയും അറിയാം, ഫൈയും അറിയാം. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ, ഇക്കാര്യം കൂടെ ഒന്നെടുത്ത് പറയാം. സിൻസ് f is conservative and f equal to del phi for phi equal to x y z plus c, then integral from 1 to 248 yz dx plus xz dy plus xy dz equal to phi of 5 of b ആണ് നമുക്ക് വേണ്ടത്. b equal to 248 എന്നാണ്. 5 of b minus 5 of a എന്ന് കിട്ടും. നമുക്കിനി 5 of b യും 5 of a യും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹിയർ വി നോ ദാറ്റ് 5 of x y z equal to x y z plus c. So 5 of 1 1 1 equal to 1 into 1 into 1 plus c, that is 1 plus c. And 5 of 248 equal to 2 into 4 into 8 plus c, that is 64 plus c എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
that is equal to 64 plus c minus 1 plus c, that is 63 എന്ന് കിട്ടും. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കർവുകളെ പ്രത്യേകം തരുന്നില്ലെങ്കിൽ, ഇതുപോലെ ഇൻ്റഗ്രൽ x1y1 to x2y2 എഫ് ഡോട്ട് ഡി ആർ എന്ന് മാത്രമാണ് തരുന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഫങ്ഷൻ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക. ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ചെയ്താൽ മതി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രൽസിൻ്റെ കർവുകൾ സെപ്പറേറ്റ് തരുവാണെങ്കിൽ, ദ പാത്ത് സി ഈസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് തരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഏറ്റവും എളുപ്പ വഴി ഇതാണ്. ഇത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.